നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങിച്ചു നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മയില്ല. ഒരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തത്, അങ്ങനെ നിൽക്കുന്നവരല്ല. നിന്റെയൊക്കെ വീട്ടിലോട്ട് പോലും കേട്ടത്തോളുമാരാ. കുറെ നാളായി നിന്നെ സഹിക്കുന്നു. വേണ്ട വേണ്ടെന്ന് വെക്കുന്തോറും ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ്? ഒന്ന് പറയൂ. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചെന്ന് പറയണം. ഇതിനെക്കുറിച്ച് എത്ര ഇമെയിലുകളും എത്ര കമന്റുകളുമാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാം. അല്ലെങ്കിൽ ജോലി എടുത്ത് ജീവിക്കുന്ന ലക്ഷ്മി ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ആരാണ് അവിടെ ജോലി ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാർ? നിങ്ങൾ ഈ ഷോ കണ്ടിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ വരരുത്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ എനിക്കിവിടെ സമയമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്ന എത്രയോ പേര് അവിടെ ആണുങ്ങൾ ഇരിപ്പുണ്ട്, പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. സ്വാഭാവികം. ആരും അതിൽ പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. അതല്ല ഉദ്ദേശം. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്ന ആളാണോ? പോയല്ലേ നിങ്ങൾക്ക് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ. അവരെ വരുത്ത എന്റെ വീട്ടിൽ വന്നു കിട്ടിയല്ലോ. എന്താണിത്? ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ പുറത്തൊക്കെ ജീവിച്ച ആളല്ലേ? ഞാൻ കുറച്ച് ഓവറായില്ലേ? ഞങ്ങൾ എന്തിനാണ്? ഞങ്ങൾ മണ്ടന്മാരാണോ ഇങ്ങനെ ഒരു ഷോയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ? ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ. നിങ്ങൾ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഇങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മൾ കുറച്ച് പേരിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് മൈ സ്പേസ്. ഞാൻ സംസാരിക്കാം മസാനയോട്. ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ഞാൻ അഭിഷേകനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ താല്പര്യം അതെങ്ങനെയാണോ? ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ്, നിക്ഷിപ്തമാണ്. നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? അപ്പൊ ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. അവിടെ നിൽക്കാൻ താല്പര്യമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത് ഇപ്പോഴല്ല, വളരെയധികം പ്രശ്നം ഉണ്ടാവും. ലക്ഷ്മി, ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അവർക്ക് എന്താണ് കുഴപ്പം? ഐ ആം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ദിസ് ഈസ് റോങ്. എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ്. ഏത് ഏജിലാണ് കുട്ടി? എന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. ഷോ കാണുന്നതല്ലേ നിങ്ങളുടെ അമ്മയും മകളും? നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? ഇളക്കല്ലേ. അല്ല സാർ, ആളറിയാതെ വേണ്ട അഭ്യാസം നടക്കണ്ട. എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ എനിക്കിവിടെ ഒന്ന് മനസ്സിലായി. അവരുടെ മകൻ അടക്കം ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് ഇവര് പറഞ്ഞത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതാണ്. നമ്മുടെ സെക്ഷുവാലിറ്റി ഒക്കെ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. അതൊരു പർട്ടിക്കുലർ ടൈമിൽ എത്തുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഇവർ പൊട്ടത്തരം പറയുന്ന പോലെ ആരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഹെട്രോസെക്ഷൽസിനെ എല്ലാവരെയും എനിക്ക് ഉറക്കെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഹോമോസെക്ഷൽസ് ആകാം. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ ലക്ഷ്മി മസ്താനി മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. എന്റെ കാഴ്ചപ്പാട് ഇതാണ്. പെമ്പിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാഴ്ചപ്പാടിലാണോ നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് പറഞ്ഞ ആ വാക്കാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിലോ കാര്യങ്ങളിലോ ഒന്നും പ്രശ്നമില്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ കേട്ടില്ല? അക്ബറിന്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കേട്ടോ? ഇല്ല. അപ്പൊ അത് വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ.
അത് പറഞ്ഞാ പോരെ. വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതാണ്ട് ഇവിടെ പിന്നാലെ നടക്കണമാരാണ് നമ്മൾ വീട്ടിൽ കയറ്റാൻ. അക്ബറിന്റെ വീട്ടിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് അവരായിട്ട് കൂട്ട് വേണ്ടെന്നുള്ളത്. നിങ്ങൾ കേട്ടോ? ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ കേട്ടോ? ഇതിനകത്ത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടോ? ഇല്ല. പിന്നെന്താ? ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ കേട്ടു? നീ ഗാന്ധിജിയാടാ, താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി. ഇങ്ങനെയാണോ ഒരു ഷോയെ കാണണ്ടേ? ഇരിക്കൂ. എനിക്ക് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു. അയ്യേ ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ലാലേട്ടപ്പ ലക്ഷ്മി ഉള്ള കാരണം ലക്ഷ്മിയുടെ മക്കൾ ഇപ്പൊ ഇത് കാണല്ലേ? ഇത്ര ബുദ്ധിമുട്ടി കൂടെ വരണോ? എന്റെ ഒരു ആഗ്രഹം ലക്ഷ്മി വീട്ടിൽ നിന്ന് മാറുന്ന തന്നെ ആ മക്കൾ നല്ല രീതിയിൽ വളർന്നു വലുതാവും. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ. കൂടുതലില്ല. ഈ ഷോയിൽ വന്നിട്ട് എന്താ കാണിക്കുന്നത്, എന്ത് മെസ്സേജാ കൊടുക്കുന്ന കമ്മ്യൂണിറ്റിക്ക്? അതിന്റെ ആവശ്യമില്ല. അവരുടെ ലൈഫ് തന്നെ ഒരു മെസ്സേജാ. എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? ഓക്കെ ഓക്കെ ഓക്കെ, എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. തുറന്ന എന്തെങ്കിലും എടുത്താൽ കുത്തി കയറ്റി തന്നെ വായിക്കാം. അതില നൂറ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ വിപ്രോയിലാണല്ലോ ലേട്ടാ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര അവര് വിപ്രോയില് വർക്ക് ചെയ്ത് അവർക്ക് ശമ്പളം കിട്ടി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. സൈബർ അല്ലാതെ അവര് സെക്യൂരിറ്റി ജോലിയില്ലാത്ത ആൾക്കാരല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോതം കണ്ടില്ലേ? ഏത് മാഷാണ് നിന്നെ പഠി? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. ലക്ഷ്മി പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ കൈപൊക്കൂ. ലക്ഷ്മിക്ക് കൈപൊക്കാം, ലക്ഷ്മിക്ക് കൈപൊക്കാം. കാര്യം ലക്ഷ്മിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ കൈ പൊക്കണോ? വേണ്ട. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലക്ഷ്മി പറഞ്ഞു തരും. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലില്ലേ, നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടോ ഇതുപോലത്തെ? ഉണ്ട്. പിന്നെന്താ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനല്ല ബുദ്ധിമുട്ട്, എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിലാണ് ബുദ്ധിമുട്ട്. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ലക്ഷ്മി, ഞാൻ കഴിഞ്ഞിട്ട് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഇറങ്ങുന്നോ അതോ ഞാൻ ചവിട്ടി ഇറക്കണോ? ഇറങ്ങടാ, ഇറങ്ങടാ. നാളെ മുതൽ നിങ്ങൾ ഇവരെയല്ലേ കാണണ്ടേ? അവര് നിങ്ങളെയല്ലേ കാണണ്ടേ? എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിൽക്കുന്നത്? എന്തിനാണ് ഈ ഷോയിൽ വന്നത്? പുറത്ത് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ആർ യു സ്ട്രൈറ്റ്, ആർ യു? ആരാ ചോദിച്ചേ? ലക്ഷ്മി എന്റെ അടുത്ത് ലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്. എന്റെ അമ്മയെ നാട്ടിച്ച്. ഇത് തെറ്റാണോ ഇല്ലെങ്കിൽ ഇത് റൈറ്റ് ആണോ പറയാൻ നമ്മൾ ആരും ഇല്ല. അത് ഒരു കാര്യത്തിലും ഇല്ല മോനെ, അത് ഒരു കാര്യത്തിലും ഇല്ല. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിലോസഫിയിൽ ജീവിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ മറ്റവന്റെ തലയെ കയറി ജീവിക്കരുത്. ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? വളരെ മാന്യമായിട്ടാണോ ലക്ഷ്മി സംസാരിച്ചിരിക്കുന്നത്? അല്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി,